അയ്യപ്പേട്ടാ, നമ്മളുടെ കുട്ടികളൊക്കെ, അതായത് പല കുട്ടികളെയും എറണാകുളം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക സിറ്റി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ സിറ്റിയിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന അച്ഛനും അമ്മയും എപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ മക്കൾ ഏത് രീതിയിലാണ് ഈ നഗരത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത്. കാരണം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഓഫീസിനടുത്തുള്ള സംസ്കാര ജംഗ്ഷനിൽ പാലാരിവട്ടത്ത് സംസ്കാര ജംഗ്ഷനിൽ വെച്ചിട്ട് റസ്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പോലീസ് ജീപ്പ് തല്ലി പൊട്ടിക്കുന്നു, പോലീസിനെ പരത്തെറി പറയുന്നു. ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പുറത്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയെന്നാണ് വിവരം. എന്ത് തന്നെയായാലും ഞാൻ ചോദിക്കുന്നത്, ഈ പഠിക്കാൻ വിടുന്ന മക്കളെ പഠിക്കാൻ തന്നെ ആണോ മക്കൾ ഇവിടെ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളത് മാതാപിതാക്കളും ചിന്തിക്കണ്ടേ? വഴിതെറ്റി പോവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയുമ്പോൾ സദാചാരം എന്നൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മമാരും എന്താ പറയുക, പല അച്ഛനമ്മമാരും ഇല്ലേ ലോൺ എടുത്തും അത്രയേറെ കഷ്ടപ്പെട്ടുമാണ് ഈ മക്കളെയൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. ഇങ്ങോട്ടെന്നല്ല, പല നഗരങ്ങളിലേക്കും പല പഠിത്തങ്ങൾക്കും ജോലി ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ വിശ്വസിച്ച് അയക്കുമ്പോൾ നമ്മളോട് ഒരാൾ വന്നിട്ട് ഇത് ചെയ്താലേ നമ്മളോട് ഒരു സൗഹൃദം ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റണ്ടേ കേട്ടാ, ഞാനില്ല, അത് ചെയ്താലേ എനിക്ക് സൗഹൃദം ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്നെ വിട്ടേക്ക് ബ്രോ. അതേ പേളിമാണി പറയുന്നുണ്ട് അത് കൃത്യമായിട്ട്. ഒരു പെഗ് അടിച്ചാലേ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആളാവൂ എന്നുണ്ടെങ്കിൽ അപ്പം പറയണം ബ്രോ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന്. വളരെ വ്യക്തമായിട്ട് അത് പേളിമാണിയുടെ ഒരു റീല് ഞാൻ കണ്ടതാണ്. അവരതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ പറയാൻ ഈ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നില്ല. ഇതിപ്പോൾ വിദ്യാർത്ഥിനിയാണോ എന്നൊന്നും അറിയില്ല, വിദ്യാർത്ഥിനിയല്ല, ഇവർ DJ ആയിട്ട് ജോലി ചെയ്യുകയാണെന്നാണ് ഇവരുടെ ഹോസ്റ്റലിൽ പറഞ്ഞിരുന്നത് അത്രേ. ഈ സ്ത്രീ അടിച്ചിരിക്കുന്ന സാധനം, അതായത് എൻ്റെ കയ്യിൽ ലഹരി ഉണ്ട് എന്ന് പോലീസിനോട് നിർഭയം പറയുകയാണ്. ചേട്ടൻ എന്താ തോന്നുന്നത്? അതായത് പ്രീത, ഈ സംഭവം പറയുന്നത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്ത് ഒരു വേള ഞാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ട ഒരു കാഴ്ച, ഞാൻ നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ, അതായത് ഞാൻ താമസിക്കുന്ന ഇടത്തേക്ക് പോകുന്ന ഇടവഴികൾ, പോക്കറ്റ് റോഡുകളിലൊക്കെ നിരന്തരം ഇരുട്ടിൻ്റെ മറവിൽ കമിതാക്കൾ ഇരുന്ന് സംസാരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. അപ്പോൾ ഇതിൽ ഇടപെടുന്നവർ സദാചാരക്കാരായി പോകും എന്നുള്ളത് കൊണ്ട് ഒന്ന് പ്രീത സംസാരിച്ചു എറണാകുളം ജില്ലയിലേക്ക് പഠന ആവശ്യത്തിന് വരുന്ന പെൺകുട്ടികളെന്ന്. എറണാകുളം വളരെ മനോഹരമായ ഒരു ജില്ലയായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആൾക്കാർ, ഇവിടുത്തുകാർ വളരെ സ്നേഹമുള്ള ആൾക്കാർ, ഇവിടുത്തെ ദേശവാസികൾ, സ്വദേശത്തുള്ളവർ ആയിരുന്നു. അപ്പോൾ അവരുടെ കൺമുന്നിൽ ഇത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ ഈ ചെക്കനും പെണ്ണും, ഞാൻ കഥ വഴിതെറ്റി പോകുന്നതല്ല, നടന്ന സംഭവമാണ്, ഈ ചെക്കനും പെൺപിള്ളാരും ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അവർ ശരിക്കും മൂക്കത്ത് വരില്ല. കാര്യം അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല. കാര്യം തങ്ങളുടെ നാട് ഇങ്ങനെ പഠനാവശ്യത്തിന് വന്നു. കാര്യം എറണാകുളം വികസിച്ചു, ഇവിടെ ഹോസ്റ്റലുകൾ വന്നു, താമസിക്കാൻ സൗകര്യം വന്നു, വീടുകൾ വാടകയ്ക്ക് കൊടുക്കപ്പെടുന്നു, നഗരം വികസിക്കുന്നു, ഒരു വലിയ മനുഷ്യ ബോംബെന്ന് പറയുന്ന രീതിയിൽ എറണാകുളം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ കുട്ടികളെ ഇവിടുന്ന് പഠിക്കാൻ അയച്ചതിലുള്ള ഒരു ചെറുപ്പക്കാരനും 2 ചെറുപ്പക്കാരികളുമാണ് ഞാൻ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ, ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനെ, ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു വയസ്സായ മനുഷ്യനെ തല്ലി നിലത്തിടുന്നതാണ് ഞാൻ കാണുന്നത്, ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയാതെയാണ് പ്രതികരിച്ചു പോയത്. കാരണം എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ പ്രായം കൂടിയ ആരെങ്കിലും, എൻ്റെ അച്ഛൻ എന്ന് തന്നെ ഞാൻ കരുതി, എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ആരെയോ ആണ് തല്ലിയാൽ നമ്മൾ ഇടപെട്ടു പോകും. അപ്പോൾ ഞാൻ ചെന്ന് പിടിച്ച് ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല, ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനും 2 പെൺകുട്ടികളുണ്ട്, കോഴിക്കോടുകാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ തല്ലിയത് അദ്ദേഹം നടത്തുന്ന ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ചെറുപ്പക്കാരൻ 2 പെൺകുട്ടികളുമായി നിന്ന് സൊള്ളിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം നടത്തുന്ന ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അതിൽ വോയിസ് ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇതിൽ ഇടപെട്ടത്. ആ വയസ്സും പ്രായവും നോക്കാതെ ഇവൻ തല്ലുകയും, കാര്യം ഈ തല്ലിയവൻ കരുതിയില്ലെന്ന് മറ്റാരും കണ്ടില്ലെന്ന് ഞാനിത് കാണുകയും ഞാൻ ചെന്ന് പിടിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ആ മനുഷ്യൻ ഒരു ശക്തിയായി, ഒരു ധൈര്യമായി, എന്നെ അവൻ തല്ലി മോനെ, എൻ്റെ ഹോസ്റ്റലാണ് മോനെ, എൻ്റെ ഹോസ്റ്റലിന്റെ മുന്നിൽ ഇവൻ എത്രയോ നേരമായി ഈ 2 പെൺപിള്ളേരെയും കൊണ്ട് ഇവിടെ സൊള്ളി നിൽക്കുവാണ്, നീ കാണിക്കാൻ പാടില്ലാത്ത പലതും കാണിക്കുകയാണ്, ഞാൻ അറിയാതെ ഇടപെട്ട് പോയതാണ് മോനെ എന്ന് എന്നോട് അയാൾ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ തല്ലിയത്? നിമിഷം കൊണ്ട് ആളവിടെ കൂടി. കാര്യം ഞാനിത് പിടിച്ചു മാറ്റിയെന്നേ ഉള്ളൂ. കാഴ്ച കണ്ട് അനവധി പേർ അപ്പുറം ഇപ്പുറമൊക്കെ നിന്നവരുണ്ടായിരുന്നു. അവരെല്ലാം ഓടി വന്നു. ഈ മനുഷ്യന്റെ മകൻ വന്നു.
അവൻ ഇവനെ തല്ലിയേ അടങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് വീണ്ടും പറഞ്ഞു ചേട്ടാ വെറുതെ സീൻ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. ഏതായാലും നിമിഷ നേരം കൊണ്ട് ഈ 2 പെൺകുട്ടികൾ, ഒരു പെൺകുട്ടി മൊബൈൽ എടുത്തിട്ട് ഇത് ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ കാണിച്ചു. ഉടനെ മറ്റൊരു പെൺകുട്ടി ഇത് എൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പടവും കാണിച്ചു. അപ്പോൾ ഉടൻ തന്നെ ഈ മനുഷ്യൻ്റെ ആൾക്കാർ, ഈ വന്ന തല്ലുകൊണ്ട മനുഷ്യൻ്റെ മകൻ പറഞ്ഞു എടുത്തോ വിട്ടോ ഇവിടുന്ന്, ഇപ്പൊ തന്നെ ഇവിടുന്ന് ഹോസ്റ്റൽ തന്നെ മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് ഈ കഥ ഇങ്ങനെ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. കഥയിൽ ഈ സംഭവം പറഞ്ഞു, ഇതൊരു വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. നിരവധി പെൺകുട്ടികൾ ഹോസ്റ്റലുകളിൽ ഈ പറയുന്ന പലയിടങ്ങളിലും താമസിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളിപ്പോൾ, ഞാനൊരു പിതാവാണ്, ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ എൻ്റെ മക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന്, വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. ഭാവിയിൽ പ്രീതയുടെ കുഞ്ഞിനെയും പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വരുന്നവർ താൻ എവിടുന്ന് വരുന്നു, തൻ്റെ മൂടെന്ത്, തൻ്റെ അച്ഛനെന്ത്, തൻ്റെ അമ്മയെന്ത്, താൻ ഏത് വീട്ടിൽ നിന്ന് വരുന്നു, തൻ്റെ പിതാവ് എത്ര കഷ്ടപ്പെട്ടാണ് തന്നെ ഇവിടെ വിടുന്നത്, അത് ഈ പിള്ളേർ ചിന്തിക്കുന്നില്ല. ചേട്ടാ, ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പണ്ട് പ്രിന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഹോസ്റ്റലിൽ നിന്നിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വലിയ ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഞാൻ രാത്രിയാണ്, ഞാൻ ഡെസ്ക് വർക്കാണ്, അപ്പോൾ ഡെസ്കിൽ വർക്ക് ചെയ്ത് എന്നെ ഓഫീസിൽ നിന്ന് കൂട്ടി അവിടെ കൊണ്ടുവന്ന് ആക്കുക ചെയ്യും. അപ്പോൾ ഇവരാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് ഒരു പെൺകുട്ടി, അവിടെ ഒരു പയ്യനും കൂടിയുണ്ട്, പോകാൻ നേരത്തെ ഇവള് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു, എന്തൊക്കെയോ പുലമ്പുന്നു ഒക്കെയുണ്ട്. പിന്നീട് ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ അബോർഷൻ ചെയ്തിട്ട് ഈ കുട്ടിയെ ഇവൻ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ അബോർഷൻ ചെയ്തിട്ട് അവൻ കൊണ്ടുവന്നാക്കിയിട്ട്, പക്ഷേ ആ പയ്യനെ ഒരു ഇരുട്ടിന്റെ മറ വലിയ വെട്ടത്തിലല്ല ഞാൻ ഇവനെ കണ്ടിട്ടുള്ളത്. ആ കുട്ടിയുടെ മുഖത്ത് ഞാൻ ഇതുവരെ ആ പെൺകുട്ടിയോട് എന്തെങ്കിലും ഒരു സിൻസിയോറിറ്റി ഉണ്ട് എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ചേട്ടന് ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ പല വോക്ക് വേകളുണ്ട്, പല വോക്ക് വേകളിലും രാവും പകലും നടക്കുന്നത് മോശമായ കാര്യങ്ങൾ. ഇതിനെയൊക്കെ പറയുമ്പോ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, നമ്മളെ തെറ്റ് പറയാൻ കുറച്ച് പുരോഗമനവാദികളുണ്ട്. നൈറ്റ് ലൈഫ് ആസ്വദിക്കണം, നൈറ്റ് ലൈഫ് ആസ്വദിക്കണ്ടെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. വോക്ക് വേ ഉണ്ട്. ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് വീഡിയോയിൽ കണ്ടതുകൊണ്ടല്ല, അല്ലാതെയും എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. ക്യൂൻസ് വോക്ക് വേ ഉണ്ട്, ഹൈക്കോർട്ടിന്റെ അവിടെ നിന്ന് ചിറ്റൂർ ഭാഗത്തേക്ക് കയറുന്ന വഴിക്ക് ഐ ലവ് കൊച്ചി എന്നൊക്കെ എഴുതിയിട്ടുള്ള ക്യൂൻസ് വോക്ക് വേ ഉണ്ട്. അവിടെ രാത്രികാലത്ത് നടക്കുന്നത് കണ്ടാണ്ടല്ല, വെളിവില്ലാതെയാണ് പെൺകുട്ടികൾ അവിടെ കിടന്ന് തുള്ളുന്നത്. ഇങ്ങനെ സെക്കൻഡിനാണ് ചീറിപ്പാഞ്ഞ ബൈക്ക് വന്നത്. രാത്രി തുടങ്ങുന്ന ഈ നൈറ്റ് ലൈഫ് ഉണ്ടല്ലോ, രാവിലെ 6 മണിയോടെയാണ് അവസാനിക്കുന്നത്. ഈ പെൺകുട്ടികള് കൊച്ചിയല്ല, പക്ഷെ കൊച്ചിക്കാരിങ്ങനെയാണോ എന്ന് വെച്ചാൽ കൊച്ചിക്കാരല്ല, ഇതൊരു തട്ടകമായിട്ട് എടുത്തിട്ട്, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ പല നഗരങ്ങളിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇത്തരം നഗരങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ യുവജനം, മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ നടക്കുന്നത് ചേട്ടനറിയാമോ, മറൈൻ ഡ്രൈവിന്റെ അതിൽ കൂടി പല സമയത്തും നടന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ കേട്ടു ഹനുമാൻ സേന ഇവര് തല്ലി ഓടിച്ചു. ഹനുമാൻ സേന തല്ലി ഓടിച്ചു. പിറ്റേ ദിവസം പല ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടു, ബജ്രംഗ് ദൾ ഹനുമാൻ സേനയെ അഴിച്ചുവിട്ടിരിക്കുകയാണ്, അവര് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. അതെ, അവന്റെ അപ്പന്റെ വകയാണോ ഇതെന്നുള്ള പാച്ച, അതായത് അത് ചെയ്തവരെയൊക്കെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ്. പിന്നീട് ഒരിക്കലും ഞാൻ ആ വോക്ക് വേയിലൂടെ നടന്നപ്പോൾ കണ്ട കാഴ്ച ഒരിക്കലും നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റില്ല. നട്ടുച്ചയ്ക്ക് മരത്തണലിലിരുന്നും പൊന്തക്കാടുകളുടെ ഇടയിലിരുന്നും ചെയ്യുന്നതൊന്നും പറയാൻ പറ്റിയ കാഴ്ചയല്ല, എല്ലാ നഗരങ്ങളിലും. അപ്പോ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഒരു വാക്കുണ്ട്, സദാചാരവാദികൾ എന്നൊരു വാക്കുണ്ട്. ഇത് സദാചാരവാദികളല്ല. ഒരു പ്രായത്തിലെത്തുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഒന്നാമത് ഇപ്പോഴത്തെ പെണ്ണിനും ആണിനും ചേട്ടാ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, പരസ്പരം ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. രാസലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച്, ഇത് എന്ത് സാധനമാണ് ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വലിച്ചു കയറ്റിയിരിക്കുന്നതെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? ഇതിൻ്റെയൊക്കെ മറവിലല്ലേ പച്ചയ്ക്ക് നിന്ന് എന്താ പറയുക മോശമായ കാര്യങ്ങൾ
ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അല്ല തീർച്ചയായിട്ടും ഇത് പറയുമ്പോഴത്തേക്ക് ചേട്ടന് ഓർമ്മയില്ലേ, ഇവിടെ ഒരു പെൺകുട്ടി ഒരു പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ഡോറിനുള്ളിലൂടെ വലിച്ചെറിഞ്ഞ ആ കുഞ്ഞിന്റെ ശവശരീരം അല്ലേ, ഡെഡ് ബോഡി കണ്ടെത്തി. അതിന്റെ അന്വേഷണം എങ്ങനെത്തിയില്ല. എന്താണെന്നറിയാമോ, അത് പ്രമുഖനായിട്ടുള്ള വ്യക്തിയുടെ മകളാണ്. പഠിക്കാൻ വിട്ടാൽ പഠിക്കണം ചേട്ടാ, കൂട്ട് വേണം, സൗഹൃദം വേണം, ഇതെല്ലാം വേണം, പ്രണയവും വേണം. തീർച്ചയായിട്ടും. പക്ഷെ പ്രണയത്തിന്റെ അർത്ഥം കാമം എന്നല്ല. തീർച്ചയായിട്ടും. പ്രണയം എങ്ങനെയാണ് കാമമാകുന്നത്? സിന്തറ്റിക് ലേരി ഉൾപ്പെടെയുള്ളവ അടിച്ചു കയറ്റിയിട്ട് രാത്രി എന്താ പറയാ ഈ റോട്ടിൽ കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നതിനൊന്നും പ്രണയമെന്നും സൗഹൃദമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഘോരഘോരം ഈ സംസാരിക്കുന്നുണ്ട്, ഇതിനെ എത്ര പേർക്ക് ഇഷ്ടമാകും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നീയൊക്കെ ആരുടെ ഇത് സംസാരിക്കാനെന്ന് താഴെ ചോദിക്കാതിരുന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതെ, പരത്തെറിയായിരിക്കും ചിലപ്പോ വരുന്നത് കേട്ടോ, പറയാതിരിക്കും പൊങ്കാലയായിരിക്കും. അതെ, ഏതായാലും ഞങ്ങൾക്ക് ഇതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇത് ഞങ്ങൾ കണ്ടൊരു കാഴ്ച പാലാരിവട്ടത്ത്, ഇപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത് ആയതുകൊണ്ടും പാലാരിവട്ടത്ത് പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്യുന്ന വാഹനം തല്ലി പൊട്ടിച്ചത് ഒരു പെൺകുട്ടിയാണ്. ഞാന് കണ്ടൊരു കാഴ്ചയിലും 2 പെൺകുട്ടികളാണ് കണ്ട ഷോ ഓഫ് എല്ലാം കാണിച്ചത്. ഈ പെൺകുട്ടിയുടെ കാര്യം, ഒരു കാര്യം കൂടി, ഈ റസ്ലിയുടെ ഒരു കാര്യം കൂടി അറിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടിക്ക് എതിരെ 2 മാസം മുമ്പ് കേസ് ഉണ്ടായിരുന്നു. അതും അന്നും അറസ്റ്റ് ചെയ്തിട്ട്. എന്തിനാണെന്നറിയാമോ, ഈ പെൺകുട്ടി നിന്നിരുന്ന ഹോസ്റ്റലിൽ ഇവൾ DJ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് തുള്ളൽ, അതായത് അടിച്ചു കയറ്റിയിട്ട് തുള്ളുക. അപ്പോ ഇത് വൃത്തിക്ക് ചെയ്യുന്നവരുണ്ടോ ഓരോ ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. അപ്പോ ഇത് ഈ പെൺകുട്ടി കൂടെയുള്ള റൂംമേറ്റിന്റെ വസ്ത്രങ്ങളൊന്നും കാണുന്നില്ല. ഇവർ ശ്രദ്ധിച്ചപ്പോൾ ഈ പെൺകുട്ടി സ്ഥിരം ഇത് ഇട്ടുകൊണ്ട് പോവുകയാണ്. ഈ സ്ഥിരം ഇട്ടുകൊണ്ട് പോകുന്നത് ഇവിടെയുള്ളവർ, ഈ ഹോസ്റ്റൽ നടത്തിപ്പിനെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളവരാണെന്ന് തോന്നുന്നു. ഇവര് കാണുമ്പോൾ ചോദിച്ചതോടുകൂടി ഇവിടെ വിഷയമാവാണ്, തല്ലുകയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി വന്നിട്ട് ഈ ഹോസ്റ്റലിലെ ഡോറ് ചവിട്ടി പൊളിച്ച് അവർക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോടെ നാശനഷ്ടം ഉണ്ടാക്കി. അന്ന് പരാതി കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ആള് വന്ന് ഒതുക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടിയെ എന്തിന് ഇവിടെ നിർത്തിയിട്ട് പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് യുവജനങ്ങളോടൊന്നും അല്ല ചേട്ടാ, കാരണം പഠിക്കാൻ വിട്ടാൽ കാരണവന്മാരോടാണ് ചോദിക്കാനുള്ളത്. ഒരു ദിവസം നിങ്ങൾ മെനക്കിട്ട് വന്നിട്ട് ഈ കാരണം ഇന്നത്തെ കാലം അതാണ്. ഈ അബോർഷൻ ആവുന്നു, പല ക്ലിനിക്കുകളിലും അബോർഷൻ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് മക്കൾ അറിയാണ്ട് നിക്കണമെന്നേ. തന്റെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒന്ന് അറിയാണ്ട് അന്വേഷിക്കണം. പണ്ടൊന്നും നമുക്ക് മക്കളെ ഒന്നും ഇത്രയും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴായ പിന്നെയാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയണം കേട്ടോ, ഇത്ര സുലഭമായിട്ട് ഇവിടെ ലഹരിയും ഈ പേക്കൂത്തുകളും നടക്കുന്നുണ്ട്. പോലീസ് ഒരു ചെറുവിരലനക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, എനിക്ക് മനസ്സിലായത് ഇവർ നിഷ്ക്രിയരായതുകൊണ്ട് മാത്രമല്ല, ഇവരെ അടിച്ചു കയറ്റിയാണ്. പോലീസിനെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ലഹരി അടിച്ചു കയറ്റി തലയ്ക്ക് പ്രാന്തായവരാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഈ പേക്കൂത്ത് കാണിക്കോ? ഏതായാലും പ്രജിത സംസാരിച്ചു തുടങ്ങിയത് തന്നെയാണ് എനിക്കും ഇതിൽ സംസാരിക്കാനുള്ളത്. അതായത് നിങ്ങളുടെ മക്കളെ, ഇപ്പൊ ഞങ്ങളുടെ എല്ലാ മക്കളെയും പുറത്ത് തന്നെയാണ് ഓരോ കുട്ടികളും നമ്മളെ പഠനാവശ്യവുമായിട്ട് നിൽക്കുന്നതാണ്. വീട്ടുകാരുടെ എന്തെല്ലാം ആഗ്രഹവുമായിട്ടായിരിക്കും നമ്മളെ. അപ്പോ ഒരു വേള ഈ വീട്ടിൽ നിന്ന് നയിക്കുന്നവർ തൻ്റെ മക്കൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്ന് അറിയേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് ഒരു കുറിപ്പ് പറയുന്ന പോലെ, ഒരു പിൻകുറിപ്പ് പോലെ പറയാം. എങ്ങനെന്നറിയാവോ, ഇതിലൊന്നേ ഉള്ളൂ. ഇതിലൊന്നും പെടാതെ മാന്യമായി പഠിച്ച് മാന്യമായി പോകുന്ന നിരവധി പെൺകുട്ടികളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നിരവധി കുട്ടികൾ. അതെ ചേട്ടാ, എല്ലാത്തിനും 2 ഭാഗങ്ങളുണ്ടല്ലോ. ഒരു ഭാഗമാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെ കൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ, മൊത്തത്തിൽ പറയപ്പെടും. അതാണ് പ്രശ്നം. ഏതായാലും നാം ഇതുവരെ കാണാത്ത പല കാഴ്ചകളും നാം ഇവിടെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പെൺകുട്ടി ജീപ്പ് തല്ലിപ്പൊള്ളിക്കുക, പെൺകുട്ടി ഷോ ഓഫ് കാണിക്കുക, തമ്മിലടിക്കുക, ഒരു ചെക്കനുമായി ചേർന്ന് നമ്മുടെ കൺമുന്നിൽ ഇതൊക്കെ കാണുമ്പോൾ എറണാകുളത്തുകാരെന്നല്ല ഇനി ഏത് ദേശക്കാരായാലും ഇപ്പോ അതിശയിച്ചു പോകുന്ന മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ച് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഈ പെൺകുട്ടി പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുമ്പോഴൊക്കെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. അതിനെതിരെ ഇപ്പോൾ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തതിനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ കേസ് അവിടെ വെച്ച് പോലീസ് ഈ പെൺകുട്ടിയെ ഒന്ന് പിടിച്ചു വലിക്കുകയോ ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുകയോ സ്ത്രീ പോലീസ് ആയാൽ പോലും അവിടെ ന്യായം പറയാൻ ആള് വരും. അല്ല, അമ്മയെ തല്ലിയാലും 2 വർഷം. അതെ,